ഹായ് ലൈവില് നമ്മുടെ അനീഷ് കിടന്ന് മെഴുകുകയാണ്. അനീഷ് ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നുണ പറഞ്ഞിട്ടില്ല, നുണ പറയില്ല എന്നൊക്കെയാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞത് മുൻപ്. അനീഷ് ഫാൻസ് ആയിട്ടുള്ള, അതായത് അന്ധമായിട്ടുള്ള അനീഷ് ഫാൻസ് അത് അങ്ങനെ വിശ്വസിച്ചു. ഞങ്ങളുടെ അനീഷ് ഏട്ടൻ നുണ പറയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. എല്ലാ വീഡിയോയ്ക്ക് താഴെയും സത്യസന്ധനായിട്ടുള്ള അനീഷ് ഏട്ടൻ എന്നുള്ളതാണ് അവരുടെ കമന്റുകൾ. അപ്പോൾ ആളുടെ സത്യസന്ധത ലാലേട്ടൻ അങ്ങ് പൊളിച്ചു കൊടുത്തു. പ്രത്യേകിച്ച് ആ 3 ദിവസത്തെ കാര്യം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പുള്ളി പറഞ്ഞ കാര്യമാണ്. എനിക്ക് 3 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. 3 ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കോള് വന്നത്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കള്ളം ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു. അതോടുകൂടി പുള്ളിയുടെ കിളി പോയി. ലാലേട്ടൻ അന്ന് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിരുന്നു എങ്കിൽ പുള്ളിക്കൊരു പ്രശ്നമാവില്ലായിരുന്നു. ഇത് ലാലേട്ടൻ കളിയാക്കി വിടുകയാണ് ചെയ്തത്. പുള്ളിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുകയാണ് ചെയ്തത്. അതായത് പുള്ളി നുണ പറയുന്ന ആളാണ്, ഇവിടെ അഭിനയിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. കുറച്ച് അന്തങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അന്തങ്ങൾക്കും മനസ്സിലായി. പക്ഷെ ഞങ്ങളുടെ രായാവിനെ ഞങ്ങൾ വിശ്വസിക്കും എന്നുള്ള തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് ലൈവില് ആ ഒരു കാര്യം ഇവിടെ സംസാരിക്കുകയാണ്. ആദില, നൂറ, അക്ബർ അവരെല്ലാവരും കൂടി അനീഷിനോട് സംസാരിക്കുന്നു. പല കാര്യങ്ങളും അനീഷ് പറയുന്നു. അത് പൊളിഞ്ഞു എന്ന് അനീഷ് കൃത്യമായി മനസ്സിലായി. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ ഒരു സംഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാം. അതായത് എൻ്റെ നെൽപ്പാടം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യാം എന്നാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്. അതായത് നെൽപ്പാടം വിറ്റിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ കയറി പുള്ളി അങ്ങ് പിടിക്കുകയാണ്. എൻ്റെ നെൽപ്പാടം വിറ്റു എന്ന് തെളിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലൂടെ എനിക്ക് പി ആർ ഇല്ല, എനിക്ക് പി ആർ ഇല്ല, എനിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പി ആർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും ബിഗ് ബോസ് വീട്ടിലെ ഭൂരിഭാഗം പേർക്കും പി ആർ ഉണ്ട്. ഏറ്റവും വലിയ പി ആർ കളി നടക്കുന്നത് അനീഷിന് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെയാണ് എനിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മുൻപ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി പി ആർ എന്താണ് എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. അത് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ എനിക്ക് പി ആർ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എത്ര കാലം ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കും? അതായത് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല, പാവമാണ്, കൃഷിക്കാരനാണ്, മണ്ണിൽ പണിയെടുക്കുന്ന ആളാണ്. ഒരു കർഷകനും കൃഷി വിൽക്കില്ല, നെഞ്ച് വേദനിച്ചിട്ടാണ് വിൽക്കുക, അത്രയ്ക്കും നീറ്റിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളി വീണ്ടും അഭിനയിച്ച് തകർക്കുകയാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഇതിനു മുൻപ് പുള്ളി അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം പുള്ളിയുടെ പല വീഡിയോസുമാണ് പുറത്തു വരുന്നത്. പുള്ളി അഭിനയിക്കുന്ന പല വീഡിയോസും അതെല്ലാം പൊളിച്ചു കൊടുത്തു. പുള്ളി പറയുന്ന കാര്യങ്ങൾ മൊത്തം നുണയാണ്, പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ബിഗ് ബോസിനും അറിയാം. ബിഗ് ബോസിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിസ്ഥലം വിറ്റു എന്ന് ബിഗ് ബോസ് തെളിയിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാമെന്ന്. വിറ്റിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത്രയും കോൺഫിഡൻസോടുകൂടി അത് പറയുന്നത്. അല്ലാതെ മറ്റേ കാര്യവും പറഞ്ഞ് പുള്ളി വാശി പിടിക്കില്ല. ഈ 3 ദിവസത്തെ കാര്യവും പറഞ്ഞ് പുള്ളി വാശി പിടിക്കില്ല. കാരണം നുണ പറഞ്ഞു. അതായത് പക്കാ നുണയനാണ്. ഇപ്പോഴും ഫാൻസ്, അതായത് അനീഷിന്റെ ഫാൻസ് പറയുന്നത് ആ 3 ദിവസത്തെ കാര്യവും സത്യമാണ്. അനീഷ് ഏട്ടൻ പറയുകയാണ് അത് നുണ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന തരത്തിലാണ് ഫാൻസ് ഇരിക്കുന്നത്. ഇപ്പൊ കിടന്ന് മെഴുകുകയാണ് അനീഷ്. അനീഷ് തന്നെ പറഞ്ഞു നുണ പറഞ്ഞിട്ടേ ഇല്ല, പറയുകയില്ല എന്ന്. ഇപ്പൊ നുണ പറഞ്ഞു എന്ന് അവിടെ തെളിയുകയും ചെയ്തു. അനീഷ് പറയുകയും ചെയ്തു ഞാൻ നുണ പറഞ്ഞു എന്ന്. എന്തായാലും വല്ലാത്തൊരു ജാതി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.